ആധുനിക കാലഘട്ടത്തിന് ആത്മീയ അനുഭവത്തിന്റെ പുതിയ ചക്രവാളങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത പെൺകുട്ടിയാണ് അന്തോണിയത്ത മെയോ എന്ന 6 വയസ്സുകാരി. ധന്യയായ അന്തോണിയത്ത മെയോ അവളുടെ ക്യാൻസർ രോഗം ഈശോയ്ക്ക് സമർപ്പിച്ചതിലൂടെയാണ് പ്രസിദ്ധയായത്. അന്തോണിയത്തയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുവാനുള്ള നാമകരണ നടപടികൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ വിശുദ്ധയായി സഭ ഔദ്യോഗികമായി ഉയർത്തുകയാണെങ്കിൽ അന്തോണിയത്ത മെയോ രക്തസാക്ഷികളെ ഒഴിച്ചു നിർത്തിയാൽ തിരുസഭാ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വിശുദ്ധയാകും. ഇറ്റലിയിലെ റോമിൽ 1930 ഡിസംബർ 15-നാണ് നെന്നൊലീന എന്നും വിളിപ്പേരുള്ള അന്തോണിയത്ത ജനിച്ചത്. 3-ാം വയസ്സ് മുതൽ അടുത്തുള്ള കത്തോലിക്ക സ്കൂളിൽ പോകാൻ ആരംഭിച്ച അവൾ കുട്ടിക്കാലം മുതലേ പാവങ്ങളോട് പ്രത്യേക പരിഗണന കാട്ടിയിരുന്നു. നെന്നൊലീനയ്ക്ക് 4 വയസ്സായപ്പോൾ അവളുടെ ഇടതുകാലിൽ ഒരു നീർവീക്കം മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടു. പിന്നീടുള്ള തുടർ പരിശോധനകളിൽ അവളുടെ എല്ലിന് മാരകമായ ക്യാൻസർ രോഗം ബാധിച്ചതായി കണ്ടെത്തി. അവൾക്ക് 5 വയസ്സെത്തിയപ്പോഴേക്കും ഒരു കാൽ മുറിച്ചു മാറ്റേണ്ടതായി വന്നു. വളരെ ചെറുപ്പത്തിലെ ദൈവീകമായ സഹനശക്തിയും ക്ഷമയും പ്രദർശിപ്പിച്ചിരുന്ന നെന്നൊലീന കൃത്രിമ കാലുപയോഗിച്ച് തന്റെ സ്കൂൾ ജീവിതം പുനരാരംഭിച്ചു. എല്ലാ വൈകുന്നേരങ്ങളിലും അമ്മ അവളെ വേദപാഠം പഠിപ്പിച്ചിരുന്നു. ഈ സമയങ്ങളിൽ വളരെ വ്യത്യസ്തമായൊരു ശീലം നെന്നൊലീനയിൽ ഉരുത്തിരിഞ്ഞു. ഈശോയ്ക്കും മാതാവിനും വിശുദ്ധർക്കും കത്തെഴുതാൻ അവൾ ആരംഭിച്ചു. ഇപ്രകാരമുള്ള 100 കണക്കിന് കത്തുകൾ അന്തോണിയത്ത മെയോ എഴുതിയിട്ടുണ്ട്. തന്റെ കത്തുകൾ ഉണ്ണീശോയ്ക്ക് വായിക്കാനായി മുറിയിലുള്ള ഉണ്ണീശോയുടെ രൂപത്തിനു മുൻപിൽ രാത്രികാലങ്ങളിൽ വെച്ചിരുന്ന നെന്നൊലീന ഈ കൊച്ചു കത്തുകളിലൂടെ അവളുടെ കുഞ്ഞു തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കുന്നതും തന്നെ ഈശോയ്ക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നത് പതിവാക്കി. തന്നെ പഠിപ്പിച്ച കോൺവെന്റ് സ്കൂളിലെ സിസ്റ്റർക്ക് തന്റെ ആദ്യ കുർബാന സ്വീകരണം നേരത്തെയാക്കാൻ നെന്നൊലീന ഒരു കത്തെഴുതി. ഫലമെന്നോണം 1936 ക്രിസ്മസ് ദിനത്തിൽ അവൾ ഈശോയെ സ്വീകരിച്ചു. വേദന സഹിച്ച് കൈകൾ കൂപ്പി അന്തോണിയത്ത് നിന്നപ്പോൾ കണ്ടു നിന്നവരുടെ എല്ലാ മിഴികൾ അവരറിയാതെ ഈറനണിഞ്ഞു. ആദ്യ കുർബാന സ്വീകരണത്തിന് തൊട്ടുമുൻപ് ഈശോയ്ക്ക് എഴുതിയ കത്തിൽ അവൾ ഇങ്ങനെ കുറിച്ചു: ഈശോയെ, നിന്റെ സഹായമില്ലാതെ ഇനി എനിക്കൊന്നിനും പറ്റുകയില്ല കേട്ടോ. ദിവസങ്ങൾ പിന്നിടുന്തോറും വേദന രൂക്ഷമാകാൻ തുടങ്ങി. അവൾക്ക് ഇരിക്കാനോ കിടക്കാനോ സാധിക്കാത്ത അവസ്ഥയെത്തി. ശരീരമാസകലം ക്യാൻസർ വ്യാപിച്ചു. അതിശയകരമായ രീതിയിൽ അവളുടെ വേദനകളും സഹനങ്ങളും ഈശോയ്ക്ക് സമർപ്പിക്കാൻ പഠിച്ചിരുന്ന ആ കുഞ്ഞ് ഒരിക്കൽ ഇങ്ങനെ എഴുതി: ഈശോയെ, എൻ്റെ ഒരു കാൽ ഞാൻ നിനക്ക് തന്നതാണ്. എനിക്ക് ഭയങ്കര വേദനയാണ്. വേദന കൂടുമ്പോൾ അതിന്റെ മൂല്യവും കൂടുമെന്ന് അമ്മ പറഞ്ഞു തന്നത് എനിക്ക് ആശ്വാസം പകരുന്നു. മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈശോയ്ക്ക് അവസാന കത്തെഴുതണമെന്ന് കുഞ്ഞു നെന്നൊലീന ശാഠ്യം പിടിച്ചു. ആ കത്തിൽ അവൾ എഴുതി: ഈശോയെ, എന്നെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെ കുഞ്ഞു കൂട്ടുകാരി നിനക്കൊത്തിരി ഉമ്മകൾ അയക്കുന്നു. 1937 ജൂലൈ 3 രാത്രി മരിക്കുന്നതിന് മുൻപ് അവൾ അമ്മയോട് പറഞ്ഞു: അമ്മേ, ഞാൻ മരിക്കുമ്പോൾ അമ്മ കരയരുത്. ഉണ്ണീശോയുടെ വിശുദ്ധ കൊച്ചു ത്രേസ്യ എന്നോട് പറഞ്ഞു എന്റെ സമയമായെന്ന്. ഞാൻ പോകട്ടെ. പുഞ്ചിരിച്ചുകൊണ്ട് 6-ാം വയസ്സിൽ ആ കുഞ്ഞു മാലാഖ പറന്നകന്നു. 2007 ഡിസംബർ 17-ന് ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ അന്തോണിയത്ത മെയോ എന്ന നെന്നൊലീനയെ ധന്യയായി പ്രഖ്യാപിച്ചു. സഹനങ്ങൾക്കിടയിലും ജീവിത പരിശുദ്ധി കാത്തു സൂക്ഷിച്ച ഈശോയെ സ്നേഹിക്കാൻ മാത്രം അറിയാമായിരുന്ന ഈ കൊച്ചുമാലാഖ കുട്ടികളുടെ മാത്രമല്ല മുതിർന്നവർക്ക് പോലും അനുകരിക്കേണ്ട ഒരു മാതൃകയും മധ്യസ്ഥയുമാണ്. അന്തോണിയത്തയും ഒരു സുവിശേഷമാണ്, വിശുദ്ധിയുടെ ഒരു കുഞ്ഞു സുവിശേഷം. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.